എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാവരും എല്ലാ ദിവസവും സന്തോഷിക്കണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവർക്കും സാമ്പത്തികമായി നല്ല ഉയർച്ചയുണ്ടാകണം, അതും നമ്മുടെ പരമമായ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരും നമ്മുടെ ജ്യോതിഷം എല്ലാ ദിവസവും കാണണം. അതുപോലെ തന്നെ പൂർണ്ണമായും വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജ്യോതിഷത്തിൽ നിന്ന് ഐശ്വര്യം ഉണ്ടാകൂ. പൂർണ്ണമായും വിശ്വാസമുള്ള എല്ലാവർക്കും എല്ലാ ദിവസവും എല്ലാ ഐശ്വര്യവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായും വിശ്വാസമുള്ളവർ കാണുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യം, അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെതായ ഐശ്വര്യം ഉണ്ടാകും. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി 30 ദിവസം നിങ്ങൾ ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും വിജയമുണ്ടാകും. ധാരാളം ആൾക്കാർക്ക് 2-3 തവണ ഭാഗ്യം വരുന്നുണ്ട്, ലോട്ടറി അടിക്കുന്നുണ്ട്, ജോലി ലഭിക്കുന്നുണ്ട്, വസ്തു ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം അവരുടെ പൂർണ്ണമായ വിശ്വാസമാണ്. വിശ്വാസമുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ പൂർണ്ണമായും നമുക്ക് ഐശ്വര്യമുണ്ടാകും. അതിനുവേണ്ടിയാണ് ലക്ഷ്മി നാരായണ ജ്യോതിഷം. നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കും, നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ നമ്മൾ പറയാൻ പോകുന്നത്, ഇന്നലെ ലക്ഷ്മി കുബേര പൂജയാണ് കഴിഞ്ഞത്. കർക്കിടകത്തിലെ ലക്ഷ്മി കുബേര പൂജയാണ് ആഗസ്റ്റ് മാസം 2025. ഈ പൂജയുടെ ഫലമായി ഭാഗ്യം വരുന്ന നാളുകളെക്കുറിച്ച് ഓരോ ദിവസം നമ്മൾ ഓരോ പൂജകളാണ് ചെയ്യുന്നത്. ലക്ഷ്മി പൂജ, കുബേര പൂജ, ശിവപൂജ, വിഷ്ണു പൂജ, ലക്ഷ്മി പൂജ, അതുപോലെ തന്നെ ഭൈരവ പൂജ, നവഗ്രഹ പൂജകൾ. അതുപോലെ ഇന്നത്തെ പൂജയെന്ന് പറഞ്ഞാൽ ലക്ഷ്മി കുബേര പൂജയാണ്. ആ കുബേര പൂജയുടെ ഫലമായി ഉണ്ടാകുന്ന ഭാഗ്യമുള്ള നാളുകളാണ് പറയുന്നത്. 27 നാളുകളിൽ ഭാഗ്യമുള്ള നാളുകൾ ആദ്യം വരുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിന് നല്ലൊരു സമയമാണ് ഈ ലക്ഷ്മി കുബേരയുടെ ഫലമായി ഉണ്ടാകുന്നത് ഈ ആഗസ്റ്റ് മാസത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കുബേര പൂജയാണ് നടന്നത്. ഈ ആഗസ്റ്റ് മാസത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യമുള്ള നാളാണ് അശ്വതി നക്ഷത്രം. അവർക്ക് സാമ്പത്തികമായി നല്ല ഉയർച്ചയുള്ളൊരു ദിവസമാണ് ആഗസ്റ്റ് മാസം എന്തുകൊണ്ടും അവർക്ക് ഐശ്വര്യമുള്ള ദിവസമാണ്. ആ ദിവസം എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളുമാണ് ആഗസ്റ്റ് മാസം വരുന്നത്. അവർക്ക് സാമ്പത്തികമായി നല്ല പുരോഗതിയുണ്ട്. അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പായ അവരുടെ വീട് സ്വപ്നം സഫലമാവുന്നൊരു ദിവസമാണ് ആഗസ്റ്റ് 4-5 തീയതികൾ. അതുകൊണ്ട് അവർക്ക് നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമായിട്ടാണ് ആഗസ്റ്റ് മാസം വരുന്നത്. അതുപോലെ തന്നെ ഭരണി, രോഹിണി, അവർക്ക് നല്ലൊരു ദിവസമാണ്. ആ ദിവസം ഐശ്വര്യമായൊരു ദിവസമാണ് ഈ ആഗസ്റ്റ് മാസം. ഈ കുബേരലക്ഷ്മിയുടെ പൂജയുടെ ഫലമായി ഉണ്ടാകുന്ന ആഗസ്റ്റ് 4 തൊട്ട് നല്ലൊരു ദിവസമാണ് ഇവർക്ക്. പ്രധാനമായി ആഗസ്റ്റ് 4 തൊട്ട് വരുന്ന ഐശ്വര്യങ്ങൾ ഭരണി നാളുകാർക്ക്. അതുപോലെ തന്നെ അടുത്ത നാളെന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം നല്ല ഐശ്വര്യമുള്ളൊരു നാളാണ്. അവർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം പൂർണ്ണമായി കിട്ടുന്നൊരു ദിവസമാണ് ആഗസ്റ്റ് മാസം 4 തൊട്ട് അവർക്ക് നല്ലൊരു സമയമാണ്. എല്ലാ രീതിയിലും ഉള്ളൊരു ഐശ്വര്യമാണ്. അതാണ് കുബേരലക്ഷ്മി പൂജയുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്നത്. അതുപോലെ ഉത്രട്ടാതി, രേവതി, പൂരാടം എന്നീ നാളുകാർക്ക് നല്ലൊരു ദിവസമാണെന്ന്. അവർക്ക് അവരുടെ കാര്യങ്ങളുടെ തടസ്സങ്ങളൊന്നുമില്ലാതെ ശുഭമായി എല്ലാ കാര്യങ്ങളും നടക്കും. അതും നല്ലൊരു ദിവസമായിട്ട് കാണും. സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും. അതുപോലെ സന്താനങ്ങളെയും കൊണ്ട് ഐശ്വര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണിപ്പോൾ. ബിസിനസ് വിജയിക്കുന്നൊരു ദിവസമാണ് ആഗസ്റ്റ് മാസം 4 തൊട്ട്. അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ദിവസമാണ് അടുത്തതായി പറയേണ്ടത് പൂരിട്ടാതി, ഉത്രട്ടാതി, അതുപോലെ തന്നെ ആയില്യം, മകം, പൂരം, അത്തം, ചിത്തിര എന്നീ നാളുകാർക്ക് നല്ലൊരു ദിവസമാണ്. എല്ലാ തരത്തിലും അവർക്ക് സന്തോഷം ലഭിക്കുന്നതിന്. അതുപോലെ തന്നെ വീട്ടമ്മമാർ, ഈ പറഞ്ഞ നാളുകളിലെല്ലാം വീട്ടമ്മമാർക്ക് നല്ല ഐശ്വര്യമുള്ള ദിവസമാണ്. അവർക്ക് എല്ലാ രീതിയിലും കുടുംബത്തിൽ നല്ല അന്തരീക്ഷം കിട്ടും. അവർക്ക് ഐശ്വര്യമായൊരു ദിവസമാണ്. എല്ലാ മക്കളെയും കൊണ്ടും ഭർത്താക്കന്മാരെ കൊണ്ടും നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമാണ് വീട്ടമ്മമാർക്ക് കിട്ടും. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് നല്ലൊരു ദിവസമാണ്. അവർക്ക് നല്ലതാണ്. അവർക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ബിസിനസ് നടക്കാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് ഈ പറഞ്ഞ നാളുകാർക്ക്. അതുപോലെ തന്നെ കാർഷിക രംഗത്തുള്ളവർക്കും IT മേഖലയിലുള്ളവർക്കും നല്ലൊരു ദിവസമാണിന്ന്. അതുകൊണ്ട് കുബേര പൂജയുടെ ഫലമായി ഈ വന്ന ഇത്രയും നാളുകളാണ് ഭാഗ്യമായ നാളുകൾ എന്ന് പറയുന്നത്. ഇവർക്ക് ഇന്നത്തെ ദിവസം നല്ലതാണ്. ആഗസ്റ്റ് മാസം 4 തൊട്ട് നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമാണ്. പുരോഗമനമായ എല്ലാ രീതിയിലും അവർക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ ആഗസ്റ്റ് എന്ന് പറയുന്നത്. ആഗസ്റ്റ് 4 തൊട്ടാണ് ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായി നിൽക്കുന്നത്. ആ 4 ഏറ്റവും നല്ല ഓരോ ദിവസത്തെ പൂജയാണ് നമ്മൾ പറയുന്നത്. ആ പൂജയുടെ ഫലമായുള്ള കോമൺ ഫലമാണ്. ആ ഫലത്തിലാണ് ഇന്ന് കുബേര പൂജയുടെ ഫലമായി ഉണ്ടാകുന്ന ഐശ്വര്യമുള്ള നാളുകളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ആ നാളുകളാണ് ഈ പറഞ്ഞ നാളുകൾ. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ട്. ആ ഐശ്വര്യങ്ങൾ പൂർണ്ണമായും കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ചൊവ്വയും വെള്ളിയും നെയ്വിളക്ക് ഉപയോഗിച്ചാണ് കത്തിക്കേണ്ടത്. കത്തിച്ചാൽ മാത്രമേ ഐശ്വര്യമുണ്ടാകും. പുരുഷനായാലും സ്ത്രീകളായാലും ആരെങ്കിലും ഒരാൾ കത്തിച്ചാൽ മതി. വീട്ടിൽ കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും പ്രഭാതത്തിൽ രാവിലെ വിളക്ക് കത്തിച്ച് ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ഓം നമോ നാരായണ എന്ന
നാരായണൻ്റെ മന്ത്രവും ഓം ലക്ഷ്മി നാരായണ എന്ന മന്ത്രവും ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടാകത്തില്ല. എല്ലാ ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. പൂർണ്ണമായ വിശ്വാസം വേണം. ഉണ്ടെങ്കിൽ നിങ്ങൾ 30 ദിവസത്തിനകം നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളത് ഒരു സംശയം. പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിലേ ഐശ്വര്യമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായി വിശ്വസിക്കൂ. എല്ലാ ദിവസവും ചാനൽ കാണും. അതുപോലെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കും. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവി നാരായണനും തരും. ഓം ലക്ഷ്മി നാരായണ.